ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം മധ്യാഹ്ന വർത്തമാനങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് മധ്യാഹ്നത്തിൽ രണ്ട് സുപ്രധാനമായ വാർത്തകളാണ് അല്ലെങ്കിൽ വിഷയങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അത് മറ്റൊന്നുമല്ല, എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത രണ്ട് വിഷയങ്ങൾ. ഒന്ന്, പ്രത്യേകിച്ചും ഇപ്പോൾ രാമായണ മാസം ഇന്ന് ആരംഭിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളല്ല, എന്നാൽ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം വായിച്ചപ്പോൾ എനിക്കുണ്ടായ ചില വിഷമങ്ങൾ, അത് ചാണക്യൻ്റേത് എന്ന് പറയപ്പെടുന്ന ഒരു അടിക്കുറിപ്പോടെയാണ് അത് വായിക്കാനിട വന്നത്. അത് മറ്റൊന്നുമല്ല, നിലവിളക്ക് നിങ്ങൾ വെറും നിലത്താണോ വച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അതിൽ ചോദിക്കുന്നത്. ചാണക്യൻ്റേതായി പറയുന്ന ആ വാർത്തകളും വിശകലനങ്ങളും വായിച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് വല്ലാതെ ഒന്ന് ഉള്ളുപിടഞ്ഞു. അത് മറ്റൊന്നുമല്ല, നിലവിളക്ക് നിങ്ങൾ വെറും നിലത്താണ് വച്ചിരിക്കുന്നത് എങ്കിൽ അത് ഒരുപാട് ദോഷം ചെയ്യും. തന്നെയുമല്ല, എന്തുകൊണ്ടാണ് അതിന് പറയാൻ കാരണമെന്നുള്ളതിന് വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്, നിലവിളക്കിൻ്റെ ചൈതന്യം പ്രപഞ്ചത്തിന് താങ്ങാനാവുന്നതല്ല, അതുകൊണ്ടാണ് അത് വെറും നിലത്ത് വയ്ക്കരുത്, അതിന് പ്രത്യേക പീഠമോ അല്ലെങ്കിൽ മറ്റു തറയോ മറ്റോ ഉണ്ടാക്കി അതിലാണ് നിലവിളക്ക് വയ്ക്കേണ്ടത് എന്നുള്ള ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എന്നെ വിഷമിപ്പിച്ചത്. അത് വായിച്ചപ്പോൾ ശരിക്കും എനിക്ക് ആ വാർത്തകൾ അല്ലെങ്കിൽ ആ കുറിപ്പുകൾ കൊടുത്തവരോടും ചാണക്യൻ്റെ യഥാർത്ഥ വ്യാഖ്യാനമാണോ അത് എന്നുള്ള സംശയങ്ങളും കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അത് വായിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് അവതാരകരും അല്ലെങ്കിൽ അത് എഴുതിയവരും ചാണക്യൻ്റേതായി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ആ വിശകലനങ്ങൾ ശരിക്കും ശരിയാണോ? ശരിക്കും എന്താണ് നിലവിളക്കിൻ്റെ ചൈതന്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിലവിളക്കിൻ്റെ ചൈതന്യം ശരിക്കും ആർക്കാണ് കാണാൻ കഴിയുക? ഭൂമിയെ ഏകമായി കാണുന്ന ഒരാൾക്ക് മാത്രമേ ശരിക്കും നിലവിളക്കിൻ്റെ ആ വെളിച്ചത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രകാശത്തിൻ്റെ ആ ശോഭയുടെ ചൈതന്യം അറിയാൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർത്തും നിലവിളക്കിൻ്റെ ചൈതന്യം എവിടെയാണ് കുടികൊള്ളുന്നത് എന്ന് നാം ഓരോ നിമിഷമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക. ശരിക്കും നമ്മുടെ അയൽപക്കത്ത് അല്ലെങ്കിൽ അടുത്ത ബിൽഡിങ്ങുകളിലോ മറ്റു പ്രദേശങ്ങളിലോ ഒക്കെ നിലത്ത് കിടക്കാൻ പായില്ലാതെ വെറുതെ നിലത്ത് കിടന്നുറങ്ങുന്ന എത്രയോ അന്യദേശ തൊഴിലാളികൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ ഒരു പായ പോലും ഇല്ലാതെ കിടന്നുറങ്ങി ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്ന എത്രയോ മനുഷ്യർ. ഈ മനുഷ്യരിൽ താങ്ങാത്ത അല്ലെങ്കിൽ ആ മനുഷ്യരുടെ ചൈതന്യം താങ്ങാത്ത പ്രകൃതി എങ്ങനെയാണ് ഈ നിലവിളക്കിൻ്റെ ചൈതന്യം താങ്ങുക എന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ആരെയും വേദനിപ്പിക്കാനല്ല ഇത് പറയുന്നത്. തന്നെയുമല്ല, ഒരു നിലവിളക്കിൻ്റെ ചൈതന്യം അത്തരത്തിൽ കാണാൻ കഴിയുന്നവർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചൈതന്യങ്ങളെ കാണാൻ കഴിയാതെ വരുന്നു എന്നുള്ളൊരു കമ്പയർ സ്റ്റഡിയാണ് അല്ലെങ്കിൽ അത്തരമൊരു ചോദ്യമാണ് എനിക്ക് തിരികെ ചോദിക്കാനുള്ളത്. ഞാൻ ആരുടെയും വികാരങ്ങളെയോ മതങ്ങളെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിന്തകളെയോ വ്രണപ്പെടുത്താനല്ല. എല്ലാം വളരെ അന്തസ്സോടെയും ആഭിജാതത്തോടെയും സൗന്ദര്യവൽക്കരണത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ ചെയ്യേണ്ട വസ്തുതകളാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കമ്പയർ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. മറ്റൊന്ന്, എനിക്ക് ഇന്നൊരു 12 മണിക്ക് വന്നൊരു ഫോൺ കോളാണ് മറ്റൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രധാന സംഹിത. കാരണം 12 മണിക്ക് ഒരാൾ എന്നെ വിളിക്കുന്നു, നിങ്ങളുടെ ബ്ലഡ് നെഗറ്റീവ് ഗ്രൂപ്പ് അല്ലേ എന്ന് ചോദിച്ചാണ് വിളി വന്നത്. അതെ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു കുപ്പി ബ്ലഡ് വേണം എന്നാണ് ആവശ്യം. ഞാൻ പറഞ്ഞു 26 പ്രാവശ്യം ബ്ലഡ് കൊടുത്തു, 27ാമത്തെ പ്രാവശ്യം ബ്ലഡ് എടുക്കാറായിട്ടില്ല, സമയമായിട്ടില്ല എന്നുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത്. എന്നാലും വിളിച്ചല്ലോ എന്ന് വിചാരിച്ച് ആർക്കാണ് എന്താണ് രോഗി ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, രോഗി ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുന്നു. ഞാൻ പറഞ്ഞു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ബ്ലഡ് ബാങ്കുകളുടെ ലിസ്റ്റുകൾ പരിശോധിച്ചപ്പോഴും മറ്റ് സംഘടനകളുടെയും സന്നദ്ധ സൊസൈറ്റികളുടെയും അതുപോലെ ലൈബ്രറികളുടെയും ഒക്കെ പേരുകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ ലിസ്റ്റാണ് എന്ന് പറഞ്ഞു. നെഗറ്റീവ് റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് വിളിക്കുന്നതാണ് എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിളിച്ചതിൽ സന്തോഷം, എൻ്റെ അവസ്ഥ ഇന്നതാണ്, 27ാമതായി താങ്കൾക്ക് ബ്ലഡ് തരാൻ എൻ്റെ സമയമായിട്ടില്ല എന്നുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത്. എന്നാൽ വിശേഷം ചോദിച്ച കൂട്ടത്തിൽ അവിടെ നിന്ന് പറഞ്ഞത്, എൻ്റെ പിതാവിനാണ് ബ്ലഡ്, പിതാവിന് അന്യമതസ്ഥരുടെ ബ്ലഡ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് താങ്കളുടെ പേര് കണ്ട് താങ്കളെ വിളിച്ചത് എന്നാണ് ആ ഫോൺ കോളിൽ എനിക്ക് കിട്ടിയ അറിയിപ്പ്. അത് കേട്ടപ്പോൾ ഞാൻ ആകെ വികാരധീനനായി.
തന്നെയുമല്ല, ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ രോഗിക്ക് ബ്ലഡ് അന്വേഷിച്ചതാണോ അതോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ബ്ലഡ് അന്വേഷിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അങ്ങനെ വിചാരിക്കരുത്, എൻ്റെ ഫാദറിനാണ്, ആൾ സീരിയസ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്യമതസ്ഥരുടേതായ ബ്ലഡ് എടുക്കാൻ ചില മാനസിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വിളിച്ചത് എന്ന് വിളിച്ചയാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ബ്ലഡ് മനുഷ്യരുടെ രക്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫാദറിന് എൻ്റെ ബ്ലഡ് ചേരുകയില്ല. തന്നെയുമല്ല, എൻ്റെ ബ്ലഡ് കയറ്റിയാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഫാദർ മരിച്ചു പോയേക്കാം. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ആളെ അന്വേഷിക്കൂ എന്നുള്ള മറുപടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ കൊടുത്തത്. ഇത്തരം 2 കാര്യങ്ങളാണ് ഇന്ന് എന്നെ വല്ലാതെ അലട്ടിയ സംഭവവികാസങ്ങൾ. ഇത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നിയേക്കാം ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം, ഇതിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് ഒരു അവലോകനം നടത്തി കഴിയുമെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് ഇടുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. തന്നെയുമല്ല, എന്നോട് നോ എന്ന ആൻസറും തരാം. നിങ്ങൾ ഈ 2 എൻ്റെ ചോദ്യങ്ങൾക്ക് വെറുതെ ഒന്ന് ചിന്തിക്കുക, കഴിയുമെങ്കിൽ ഒരു കമൻ്റ് ഇടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ മധ്യാഹ്ന വർത്തമാനം ഇവിടെ നിർത്തട്ടെ. എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.